ഹലോ ഗായ്സ്, സോ വെൽക്കം ബാക്ക് ടു മൈ അനദർ വ്ളോഗ്. അപ്പോൾ നമ്മൾ കേരളത്തിൽ ലാൻഡ് ചെയ്തിട്ടുണ്ട്. അതിന് ശേഷമുള്ളത് ഫസ്റ്റ് വ്ളോഗാണ്. ഇത് വ്ളോഗൊന്നും കണക്ക് കൂട്ടേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വ്ളോഗായിട്ട് ഞാൻ എന്താ പറയുക പ്ലാൻ ചെയ്ത് ഞാൻ വ്ളോഗ് ചെയ്തതല്ല. ഇവിടെ തനിക്കുട്ടി ഇപ്പം നമ്മൾ നിൽക്കുന്ന തിരുമല കേട്ടോ. അമ്മ കുറച്ച് സാധനം മേടിക്കാനായിട്ട് ഞാൻ അമ്മയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്മ അങ്ങനെ കടയിൽ പോയിട്ടുണ്ട്. ഞാൻ തനിക്കുട്ടിയെ ഹാൻഡിൽ ചെയ്യാണ്. ഈ സമയത്താണ് എൻ്റെ തലയിൽ ഉദിച്ചത്, ഓക്കെ കുറച്ച് വീഡിയോസ് എടുത്തേക്കാം, അത് വെച്ചിട്ടൊരു തട്ടിക്കൂട്ട് വ്ളോഗ് ഉണ്ടാക്കാം എന്നുള്ളത്. കാര്യം ഇപ്പോൾ പോകുന്നത് അമ്മയുടെ സൈഡിലേക്കാണ്. അപ്പം ഞാൻ 1 വർഷത്തിന് ശേഷമാണ് ഞാൻ എല്ലാവരും കാണാൻ പോകുന്നത് കേട്ടോ. അതുകൊണ്ട് എന്താ പറയുക, എനിക്ക് കൂടുതൽ അവരുടെ കൂടെ ഇരുന്ന് സംസാരിക്കണം എന്നൊക്കെ ഉണ്ടാവുകൊണ്ട് കുറച്ച് വീഡിയോസ് എടുത്തു. അതിന് വെച്ച് തട്ടിക്കൂട്ടി ഞാൻ വ്ളോഗ് ചെയ്യണം കേട്ടോ. അങ്ങനെയാണ്. അല്ലാണ്ട് ഞാൻ മനസ്സിൽ സെറ്റ് ചെയ്ത് വ്ളോഗ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഫുൾ ടൈം ഫോണും വെച്ച് ഞാൻ ഇങ്ങനെ എല്ലാവരും ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കേണ്ടി വരും. അതുകൊണ്ട് ഞാൻ കുറച്ചുമുള്ള മൊമെൻറ്റ്സ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വിചാരിച്ചു. അമ്മയുടെ സൈഡിൽ ശരിക്കും 10 പേരുണ്ട് കേട്ടോ. അതിൽ എല്ലാവരെയും ഇപ്പോൾ കാണാൻ പറ്റില്ല. അതിൽ കുറച്ച് പേരെ മാത്രം, നമ്മുടെ ക്ലോസ് ആയിട്ട് നിൽക്കുന്നവരുടെ മാത്രമേ ഇപ്പോൾ കാണാൻ പറ്റുള്ളൂ. അതിൽ എന്താ പറയുക, അപ്പോൾ ഫസ്റ്റ് നമ്മൾ പോണ തിരുമലയിൽ നമ്മുടെ ജാമയുടെ വീട്ടിലേക്കാണ് പോകുന്നത്. ജാമ നിങ്ങൾക്ക് ഓൾറെഡി അറിയായിരിക്കും, അല്ലെങ്കിൽ ഇടയ്ക്കൊരു ഫോട്ടോ കാണിക്കുന്നുണ്ട്, അന്നേരം മനസ്സിലാവുമായിരിക്കും ഇതാരാണെന്നുള്ളത്. കാര്യം ഇടയ്ക്ക് നമ്മൾ ഗുരുഗ്രാമിലൊരു ചേച്ചി ചേട്ടനും വന്നിട്ടുണ്ടായിരുന്നു, നമുക്ക് കാണുമ്പോൾ മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ചേച്ചിയുടെ അമ്മയാണ് ജാമ. അപ്പോൾ ജാമയുടെ വീട്ടിൽ നമ്മൾ വന്നു. തൻ്റെ കുട്ടീനെയൊക്കെ ഞാൻ 28 കഴിഞ്ഞ് ഒരു 2 മാസം കഴിഞ്ഞപ്പോൾ നമ്മൾ നേരെ ഗുഡ്ഗാവിലേക്ക് വന്ന കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഗുഡ്ഗാവിൽ നിന്ന് പിന്നെ തിരിച്ചു നമ്മൾ വന്നിട്ടില്ലല്ലോ, പിന്നെ അവിടെ തന്നെയാണ്. അപ്പം എല്ലാവരും അതിന് മുന്നേ കുഞ്ഞായിരുന്നപ്പോൾ കണ്ടതാണ്. അതിനുശേഷം പിന്നെ തനിക്കുട്ടിയെ കണ്ടിട്ടില്ല. അങ്ങനെ ജാമയുടെ വീടിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെയാണ് വല്യമ്മയുടെ വീട്ടിൽ. ഒന്നുമില്ല, ഒന്ന് മതിൽ ചാടി കഴിഞ്ഞാൽ നേരെ വല്യമ്മയുടെ വീട്ടിൽ പോകാം, അത്രേ ഉള്ളൂ. പണ്ടൊക്കെ നമ്മളെല്ലാവരും മതിൽ ചാടിയാണ് വല്യമ്മയുടെ വീട്ടിലേക്ക് പോകാറുള്ളത്, ഗേറ്റ് വഴി പോകാറില്ല. പക്ഷെ ഇപ്പോൾ കുറച്ച് കല്യാണമൊക്കെ കഴിഞ്ഞ് ഒതുങ്ങിയതല്ലേ, അതുകൊണ്ട് നമ്മളത് ഗേറ്റ് വഴിയാണ് പോകുന്നത്. ഇത് വല്യമ്മയുടെ ഒരു മോനാട്ടോ. ഈ ചേട്ടനെ പറ്റി പറയാനാണെങ്കിൽ ചേട്ടനൊരു സ്വന്തമായിട്ടൊരു ബിസിനസ് ഉണ്ട്. നാദം നല്ലെണ്ണ എന്ന് പറയുന്നത് ചേട്ടൻ്റെ ബ്രാൻഡാണ്. അവർക്ക് ഒരുപാട് സ്ഥലത്ത് അവർ ഡെലിവറി ചെയ്യുന്നുണ്ട് കേട്ടോ. എന്താ വെച്ചാൽ കിട്ടുന്ന എല്ലാ ഷോപ്സിലും അവൈലബിൾ ആണ് നാദം നല്ലെണ്ണ. ഞാൻ ഇവരുടെ നല്ലെണ്ണ കേട്ടോ യൂസ് ചെയ്യുന്നത്. നമ്മൾ ഗുഡ്ഗാവിലൊക്കെ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ഇവരുടെ നല്ലെണ്ണ തന്നെയാണ്. കാര്യം നമ്മുടെ മലയാളി സ്റ്റോറിൽ പോയി എനിക്ക് മേടിക്കേണ്ട ആവശ്യമൊന്നും വന്നില്ല. ഞാൻ ഓൾറെഡി നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇപ്രാവശ്യം എനിക്ക് പോകുന്നതിന് മുന്നേ വേണമായിരുന്നു കേട്ടോ. അപ്പം ഇവർ പുതുതായിട്ട് ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു, നമ്മളെ വിളക്കെണ്ണയില്ല, അത് ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് എന്തായാലും നല്ലെണ്ണ എനിക്ക് മസ്റ്റായിട്ട് വേണം കൊണ്ടുപോകാൻ. അപ്പോൾ ഞാനൊരു ബോട്ടിൽ നല്ലെണ്ണ എടുത്തു. അതുപോലെ ശുദ്ധമായിട്ടുള്ള നല്ലെണ്ണ കേട്ടോ. കാര്യം ഇവർക്ക് സ്വന്തമായിട്ട് മില്ലുണ്ട്. മില്ല് ചെയ്തിട്ട് ഇവർ പാക്ക് ചെയ്ത് തന്നെയാണ് ഇത് ഇറക്കാറുള്ളത്. അവിടെ നിങ്ങൾക്ക് കണ്ണും പൂട്ടി വിശ്വസിച്ച് പേടിക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മുടെ തനിക്കുട്ടിക്ക് അവിടെ കുറേ വല്യമ്മ നട്ട്സും അതും ഇതൊക്കെ എടുത്ത് വെച്ച് കൊടുത്തപ്പം ആളതിൽ വീണിട്ടുണ്ട്. അതൊക്കെ പെറുക്കി കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അവൾക്കതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. അവൾക്ക് വേറെ ഒന്നും വേണ്ട. അതിനിടയ്ക്ക് ഒരു ടോയും കൂടെ അവൾക്ക് കിട്ടിയപ്പോൾ വളരെ ഹാപ്പിയായി. അത് കഴിഞ്ഞപ്പോൾ നമ്മുടെ ജയമ്മ വന്നിട്ടുണ്ടായിരുന്നു. ജയമ്മതേ നമുക്ക് കപ്പയും പിന്നെന്താ ചമ്മന്തിയും മുളക് ചമ്മന്തിയും പിന്നെ ചിക്കൻ തോരനൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതൊക്കെയാണ് ഐറ്റംസ്. അങ്ങനെ അതിൽ നിന്ന് ഞാൻ കുറച്ചൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നേരെ നമ്മൾ ജയമയുടെ വീട്ടിലേക്ക് പിന്നെയും പോയി അവിടെ ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞിട്ട് നമ്മൾ ഇറങ്ങുകയാണ്. കാരണം സമയമില്ല, നമുക്ക് കട്ടക്കട പോയിട്ട് നമുക്ക് തിരിച്ച് വരണം. അതായത് വൈകിട്ട് മുന്നേ നമുക്ക് തിരിച്ചെത്തണം, അതാണ് നമ്മുടെ പ്ലാൻ. അപ്പോൾ എല്ലായിടത്തും കുറച്ച് സമയം മാത്രമേ ഇരിക്കാൻ പറ്റുള്ളൂ കേട്ടോ. അവിടുന്ന് നമുക്ക് ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞ് ഞാനും അമ്മയും കൂടെ നേരെ കാട്ടാക്കടയുള്ള യാത്രയാണ്. ഇനി നിങ്ങൾ കാണുന്നത് അവിടെ എത്തിയിട്ടുള്ളതായിരിക്കും. കാരണം അതിൻ്റെ ഇടയ്ക്കുള്ള വീഡിയോസൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല കേട്ടോ. ഓക്കെ, അങ്ങനെ ഇവരുടെ ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞിട്ട് തന്നെ എന്നിട്ട് എൻ്റെ അമ്മ സംസാരം നിർത്തില്ല. അമ്മയ്ക്ക് അവിടെ നിൽക്കുകയും വേണം, എന്നാൽ പോവുകയും വേണം. അങ്ങനത്തെ ഒരു രീതിയിലാണ് അമ്മ ഇപ്പം നിൽക്കുന്നത് കേട്ടോ. ആദ്യമേ ഞാൻ പറഞ്ഞാണ് ഒരു ദിവസം തിരുമല ഒരു ദിവസം കാട്ടാക്കട എന്നുള്ള കാര്യം. പക്ഷെ അമ്മ പറഞ്ഞിട്ട് കേട്ടില്ല. അങ്ങനെ നമ്മുടെ യാത്രയൊക്കെ കഴിഞ്ഞ് നമ്മൾ അടുത്ത സ്ഥലത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. അതായത് ഒരുപാട് ട്രാവൽ ചെയ്തിട്ടാണ് ഇവിടെ എത്തിയത്. ഇത് അമ്മയുടെ ഒരു സഹോദരൻ്റെ വീട്ടിലേക്കാണ് എത്തിയത്. ചേച്ചി ഒരു മോളും ഒരു മോനും ഉണ്ട്. മോൻ അവിടെ ഉണ്ടായിരുന്നില്ല, ഒരു ഷോപ്പിങ്ങിന് പോയിട്ടുണ്ട്. നമ്മൾ ഓണത്തിന് ഷോപ്പിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു. ചേച്ചി നാട്ടിലിപ്പോൾ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് ചേച്ചിയെ കാണാൻ പറ്റി എന്തോ ഭാഗ്യത്തിന്. അല്ലെങ്കിൽ സാധാരണ ചേച്ചീനെ മഷിയിട്ട് പോലും ചിലപ്പോൾ കാണാൻ പറ്റില്ല. കാരണം എപ്പോഴൊക്കെ കാണണം എന്ന് ആഗ്രഹിക്കാറുണ്ട് അവിടെ പോകും, പക്ഷെ കാണാൻ കിട്ടാറില്ല. പക്ഷേ ഇപ്രാവശ്യം കാണാൻ കിട്ടി കേട്ടോ.
അങ്ങനെ അതെ നമ്മൾ ഓൾറെഡി വിളിച്ച് പറഞ്ഞിട്ടല്ല വന്നത്. അതായത് അവിടെ തിരുമലയിൽ നിന്ന് ഇറങ്ങി കുറച്ച് ദൂരം കഴിഞ്ഞപ്പോഴാണ് വിളിച്ച് അമ്മ ഞാൻ അമ്മയുടെ അടുത്ത് പറഞ്ഞു, അമ്മ ഒന്ന് വിളിച്ച് ചോദിച്ചു നോക്ക് മാമൻ അവിടെ ഉണ്ടോ എന്ന്, അല്ലെങ്കിൽ നമ്മൾ ഇത്രയും ദൂരം പോയി വേസ്റ്റായി പോവില്ലേ. അപ്പോൾ അമ്മ അന്നേരം വിളിച്ച് ചോദിച്ചപ്പം അമ്മ മാമൻ അവിടെ ഉണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ വന്നതാണ്. അപ്പോൾ അവർക്ക് മാമിക്കാകെ വിഷമമായിരുന്നു, ഉച്ചയ്ക്ക് ഭക്ഷണം അങ്ങോട്ട് ശരിയായില്ല എന്ന് പറഞ്ഞിട്ട്. പക്ഷെ അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല, കിട്ടിയ ഭക്ഷണം അടിപൊളിയായിരുന്നു. എനിക്ക് നാടൻ ഭക്ഷണം ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അത് ഓൾറെഡി നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കാണുന്നവർക്ക് മനസ്സിലായിട്ടുണ്ടാവും. അതുകൊണ്ട് എനിക്കിതൊന്നും വലിയ വിഷയമുള്ള കാര്യമില്ല. ഒരു അടിപൊളി എന്താ പറയുക ഈ ഒരു പേര് മറന്നു, തീയൽ ഉണ്ടാക്കി, എനിക്ക് അതിൻ്റെ പേര് മറന്നുപോയി, ചുണ്ടയ്ക്ക അങ്ങനെ എന്തോ ഒരു സാധനം, അങ്ങനെ ഒരു സാധനം തീയലുണ്ടെന്ന്. അത് അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് അത് കഴിക്കുന്നത്, അടിപൊളിയായിരുന്നു അത്. എന്തായാലും കൊള്ളാം, ലഞ്ച് കളക്കിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെയും നമ്മുടെ തനിക്കുട്ടിയും മോളും എല്ലാവരും കൂടെ കളി തുടങ്ങിയിട്ടുണ്ട് വീണ്ടും. എന്നിട്ട് അവിടെ അധികം നേരം സ്പെൻഡ് ചെയ്യേണ്ടി വന്നു കേട്ടോ, കാരണം സമയം പോയത് അറിഞ്ഞില്ല, അതാണ് കാര്യം. അതായത് 12 മണിക്ക് എങ്ങാണ്ട് നമ്മൾ എത്തിയതാണ്. പക്ഷേ 4-4:30 ആയപ്പോഴാണ്, കാരണം സമയം പോകുന്നത് നമ്മൾ അറിയില്ല. ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ സമയം പോകുന്നത് അറിയില്ല, അതാണ് ഏറ്റവും വലിയൊരു കാര്യം. വേറൊരു വീട്ടിലും കൂടെ പോകണം എന്നുണ്ടായിരുന്നു, നമ്മുടെ ഒരു സഹോദരൻ്റെ വീട്ടിൽ. പക്ഷേ മാമനെ ഉണ്ടായിരുന്നില്ല, മാമൻ മോളുടെ അടുത്താണ്. അപ്പോൾ പിന്നെ അങ്ങോട്ട് പോകാൻ പറ്റിയില്ല. കുറച്ചധികം സ്പെൻഡ് ചെയ്ത ശേഷം നമ്മൾ അടുത്ത വീട്ടിലേക്ക് പോവാണ്. അതായത് അമ്മയുടെ ചേച്ചിയുടെ മകളുടെ വീട്ടിലേക്കാണ്. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ എന്താ പറയുക, വ്ളോഗ് ചെയ്യാനായിട്ട് നിൽക്കുകയാണെങ്കിൽ ഞാൻ ഫുൾ ടൈം ക്യാമറ വെച്ചിട്ട് ഇങ്ങനെ നടക്കേണ്ടി വരും. ഞാൻ പറഞ്ഞല്ലോ, ഒരു വർഷത്തിന് ശേഷമാണ് ഞാൻ കാണുന്നത്. അപ്പോൾ എനിക്ക് അവരുടെ കൂടെ ഇരുന്ന് സംസാരിച്ച് സ്പെൻഡ് ചെയ്യണമെന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ കുറച്ച് കിട്ടിയ വീഡിയോസ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഇത് നമ്മുടെ മോളി ചേച്ചിയാണ്. നമ്മൾ നടന്നു വരുന്നത്. ഈ മോളി ചേച്ചി നടന്നു വരുന്നുണ്ടൊരു ചിരിയായിരുന്നു. എന്താ പറയുക, ചേച്ചി ഭയങ്കര അടിപൊളിയാണ്. ചേച്ചി ഭയങ്കര ഓപ്പൺ മൈൻഡഡ് ആണ്. എന്താ പറയുക, പണ്ടത്തെ ആളാണെങ്കിലും ഈ തലമുറയുടെ ജനറേഷൻ ചിന്തിക്കുന്ന രീതിയിലുള്ളൊരു ചിന്താഗതിയുള്ളൊരു ചേച്ചി കേട്ടോ. ഞാൻ പറഞ്ഞത് കറക്റ്റാണോ എന്ന് അറിയില്ല, ഞാൻ ഉദ്ദേശിച്ചത് നിങ്ങൾക്ക് എന്തായാലും മനസ്സിലായിട്ടുണ്ടാവും. അങ്ങനൊരു ചേച്ചിയാണ്. അപ്പം ഓക്കെ, അങ്ങനെ എന്താ പറയുക, അങ്ങനെ ചേച്ചിയും അടുത്തൊരു ആൾ എൻട്രി ചെയ്യുന്നുണ്ട്. അമ്മയുടെ അടുത്തൊരു സഹോദരി എൻട്രി ചെയ്യുന്നുണ്ട്. നമ്മളെ തനിക്കുട്ടി അന്തം വിട്ടോലും വലിയമേനെ നോക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇവിടെയും കുറച്ച് നേരം സ്പെൻഡ് ചെയ്ത ശേഷം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ കാട്ടാക്കാട് നമ്മുടെ ഞാൻ നേരത്തെ കണ്ട മാമൻ്റെ കൊച്ചുമോള് കൊലുസിട്ടിരിക്കുന്നുണ്ട്. അതായത് അടുക്ക് മണിയുള്ള ഒരു കൊലുസ്, നല്ല രസമുണ്ട് കാണാനായിട്ട്. അപ്പോൾ എനിക്ക് പണ്ടേ ഞാൻ തനിക്കുട്ടിക്ക് അത് മേടിക്കണമെന്ന് പ്ലാൻ ചെയ്തപ്പം അതും കൂടെ കണ്ടപ്പോൾ എനിക്ക് വെച്ചാൽ അമ്മ നമുക്കത് മേടിക്കാം എന്നുള്ള രീതിയിൽ നമ്മുടെ ഇതെന്താണ് മഹാറാണി എന്നല്ലേ, മഹാറാണി എന്ന് പറഞ്ഞിട്ട് ഒരു ജ്വല്ലറി, നമ്മുടെ കാട്ടാക്കട ജംഗ്ഷനിലുള്ളൊരു ജ്വല്ലറി തന്നെയാണ്. അവിടെ കയറിയിട്ട് നമ്മുടെ തനിക്കുട്ടിക്ക് നമ്മുടെ കൊലുസ് മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പഴയ കൊലുസ് കൊടുത്തിട്ട് പുതിയ കൊലുസ് മേടിച്ചു. 5500 600 അങ്ങനെ അങ്ങോട്ട് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ വെള്ളിക്കൊക്കെ നല്ല വിലയുണ്ട്, നമ്മൾ സ്വർണ്ണത്തിൻ്റെ വില കൂടുമ്പോൾ വെള്ളിക്ക് നല്ല വില കൂടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വീട്ടിലേക്കാണ് പോയത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ്, എൻ്റെ ഇതൊരു കുട്ടി വ്ളോഗാണ്. വ്ളോഗെന്ന് പറയാനായിട്ടില്ല. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയുള്ള വിശേഷം. അപ്പോൾ നമുക്ക് വേറൊരു അടിപൊളി വ്ളോഗുമായിട്ട് കാണാം. അതുവരേക്കും ടാറ്റ, ബൈ ബൈ.